ദേവിക, എന്താ ആന്റി? ആശ്രമത്തിൽ നിന്ന് സ്വാമി പറഞ്ഞിരുന്നു ബ്രഹ്മദത്തൻ തിരുമേനി വരുമ്പോ എല്ലാവരുടെയും ജാതകം ഇവിടെ ഉണ്ടാവണമെന്ന്. അദ്ദേഹം ജാതകങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ ആന്റി? പക്ഷേ ദേവികയുടെ ജാതകം വീട്ടിലല്ലേ? അതെ. നീ പോയി നിന്റെ ജാതകം എടുത്തോണ്ട് വരണം. എന്താ നീ ആലോചിക്കുന്നത്? താല്പര്യമില്ലെങ്കിൽ വേണ്ട. കുടുംബാംഗങ്ങളുടെ എല്ലാം ജാതകം നോക്കണമെന്ന് തിരുമേനി പറഞ്ഞിരുന്നു. ഞാൻ എടുത്തിട്ട് വരാം. ആന്റി കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുന്റെ കൂടെ പോവായിരുന്നു. ഞാൻ ഇപ്പോഴാ അത് ഓർത്തത്. സമയം കളയണ്ട, പെട്ടെന്ന് പോയിട്ടോ. നിന്റെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ പോകാനൊരു മടി പോലെ? ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. ഇനി ജാതകത്തിന്റെ പേരിൽ അമ്മ എന്തെങ്കിലും ചെയ്യുന്നൊരു പേടിയുണ്ടല്ലേ? ഇല്ല, എന്റെയും നന്ദുന്റെയും ജാതകം അമ്മ ഇവിടെ വീട്ടിൽ നോക്കിയിട്ടുള്ളതാ. ഒരു കുഴപ്പമില്ല. അപ്പൊ പേടിക്കാനൊന്നുമില്ലല്ലോ. ബ്രഹ്മദത്തൻ തിരുമേനി നിങ്ങളുടെ വിവാഹം നടന്നത് നല്ലതിനാണെന്നേ പറയൂ. അത്രയ്ക്ക് പവർഫുൾ ആയ പണ്ഡിതനാ അദ്ദേഹം. ആര് നോക്കിയാലും അദ്ദേഹത്തെ ഒരു രീതിയിൽ സ്വാധീനിക്കാൻ കഴിയില്ല. പോയിട്ട് വാ. ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. മണിയൻ ചേട്ടാ, ഞാൻ വീട്ടിലുണ്ട്. താലൂക്ക് ആശുപത്രിയിലേക്കല്ലേ? വിളിച്ചാൽ മതി. ശരി, ഓക്കെ. നീ ഇതെങ്ങോട്ടാ? മാർക്കറ്റ് വരെ ഒന്ന് പോവാ. കുറച്ച് പൂവും പൂജാ സാധനമൊക്കെ മേടിക്കണം. നീ വരുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു മെഡിക്കൽ ഉണ്ട്, ജീവിച്ചു പോണ്ടേ. അല്ല, എന്താ പൂവും പൂജാ സാധനങ്ങളൊക്കെ? എന്താ വിശേഷം? ആശ്രമത്തിൽ നിന്ന് ബ്രഹ്മദത്തൻ തിരുമേനി വീട്ടിൽ വരുന്നുണ്ട്. ആഹാ, അത് കൊള്ളാല്ല. വീട്ടിലെ പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി അമ്മ ആശ്രമത്തിൽ നിന്ന് വിളിച്ചതാ. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വരും. ദേവി നല്ല സന്തോഷത്തില. എന്തായാലും തിരുമേനി വന്ന് നോക്കട്ടെ. അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാലോ. അല്ല, ഈ പ്രഭാന്റിക്ക് എന്താ പെട്ടെന്ന് ബ്രഹ്മദത്തൻ തിരുമേനിയെ കൊണ്ടുവരണമെന്നൊരു തോന്നല്? അല്ല, ആശുപത്രി കിടക്കല്ലായിരുന്നോ? അതൊക്കെ കൂട്ടിക്കൊണ്ടാവും മുരളി. അച്ഛൻ കിടപ്പില്ല, അമ്മയെ ആശുപത്രിയിലായി. ഒക്കെ ആയപ്പോ ഒരു ആത്മീയ ചിന്ത വന്നതാണ്. എന്തായാലും കാര്യങ്ങൾ നന്നാവട്ടെ. നീ വരുന്നില്ലല്ലോ, ഞാൻ പോട്ടെ. ശരി.